ബിഗ് ബോസ് മലയാളം 6 മൂന്നാം ആഴ്ചയുടെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് 14 മത്സരാർത്ഥികളാണ്. ഓരോ ആഴ്ചയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനമാകും പ്രേക്ഷകരുടെ ഹൃദയത്തിലും ഹൗസിലേക്കും മത്സരാർത്ഥികളുടെ നിലനിൽപ്പ്. ആദ്യ ആഴ്ചയിൽ തന്നെ മുഴുവൻ ഗെയിമും എടുത്തിട്ട് കളിച്ചവരെല്ലാം വളരെ പെട്ടെന്ന് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ ഹൗസിൽ സ്കോർ ചെയ്യുന്നത് പൂച്ചയെപ്പോലെ ഇരുന്ന് കളി മനസ്സിലാക്കി കളത്തിലേക്ക് ഇറങ്ങിയ ചിലരാണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് അൻസിബ ഹസൻ. ആദ്യത്തെ ഒരാഴ്ച അൻസിബ ഹൗസിലുണ്ടെന്ന് പോലും വീട്ടുകാർക്കും പ്രേക്ഷകർക്കും സംശയമായിരുന്നു. കാരണം ഹൗസിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൂരെ നിന്ന് വീക്ഷിക്കുകയല്ലാതെ ഒരിക്കൽ പോലും കളത്തിലേക്ക് ഇറങ്ങുകയോ അതിൽ ഇടപെടുകയോ അൻസിബ ചെയ്തിരുന്നില്ല. പക്ഷേ അടുത്ത ആഴ്ച ഹൗസിൽ തനിക്ക് നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അൻസിബ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഹൗസിലെ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥി അൻസിബയാണ്. രണ്ടാം ആഴ്ചയിൽ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൗസിൽ ക്യാപ്റ്റനായി സ്ഥാനം വഹിക്കുന്നതും അൻസിബ തന്നെയാണ്. ജാസ്മിൻ്റെ വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചതായി തോന്നുന്നുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ. ജാസ്മിൻ്റെ വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു. ഇപ്പോൾ ഒഴിഞ്ഞും തെളിഞ്ഞും അൻസിബ സ്കോർ ചെയ്യുന്നുണ്ട്. ഇറങ്ങി കളിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആഴ്ച പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. എന്നാൽ ഹൗസിൽ കയറി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങി. അതോടെയാണ് ജാസ്മിൻ്റെ ഫാൻസ് എല്ലാം ഒരാഴ്ച കൊണ്ട് ജാസ്മിൻ്റെ ഹേറ്റേഴ്സായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര നന്നായി ഗെയിം കളിച്ചാലും ജാസ്മിനെ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈ സീസണിലെ വഴിയായി മാറാൻ പോകുകയാണ് അൻസിബയെന്ന് നിരവധി പ്രേക്ഷകർ പറയും. താൻ അങ്ങനെയല്ലെന്ന് രണ്ടാമത്തെ ആഴ്ച മുതൽ അൻസിബ തെളിയിച്ചു തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഹൗസിലെ ഏറ്റവും ആക്റ്റീവായ മത്സരാർത്ഥി രതീഷ് കുമാർ പുറത്തായത് പോലും അൻസിബയുടെ കർമ്മബുദ്ധി ഉപയോഗിച്ചുള്ള കളിയിലൂടെയാണ്.